മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. എന്തിനാണ് ഈ എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായി വിജയനും CPIM ഇങ്ങനെ ചുമക്കുന്നത് എന്ന ചോദ്യം ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ പൗരന്മാരിൽ പോലും പ്രചുര പ്രചാരം നേടിയിരിക്കുകയാണ്. അദ്ദേഹം RSS മേധാവികളെ കണ്ടത് ആദ്യം ഒരാളെ കണ്ടുവന്ന് തൃശ്ശൂർ പാറമേക്കാവിനടുത്ത് വെച്ച് ഒരു വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ഒരാളെ കണ്ടുവന്നു. പിന്നീട് കോവളം ഹോട്ടലിൽ വെച്ച് റാം മാധവനെ കണ്ടുവെന്നും വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ മന്ത്രിസഭ അഥവാ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി വിട്ടതാണോ? ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്കാണോ? എന്തിനാണ് പോയത്, കണ്ടത് എന്ന് പറയാനുള്ള ബാധ്യത അജിത് കുമാറിനുണ്ട്. പറഞ്ഞു വിട്ടതാണെങ്കിൽ മുഖ്യമന്ത്രിക്കുമുണ്ട്. പറഞ്ഞു വിട്ടതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ല അജിത് കുമാർ അവിടെ പോയത് എന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. ഇത് രണ്ടും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ന്യായമായും പൗരന്മാർക്ക് സംശയിക്കാൻ ഒരുപാട് അവസരങ്ങളാണ് ലഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇത് തറപ്പിച്ച് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ തെളിവുകളുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തെളിവുകളിപ്പം അട്ടത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവർ രണ്ടും മിണ്ടുന്നില്ല. ഈ സാഹചര്യത്തിലാണ് എം.ആർ. അജിത് കുമാർ 4 ദിവസത്തെ സ്വയം അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത്. നാണമില്ലേ പിണറായി വിജയന്? കാരണം ഇതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുന്നതിന് വേറെ ആരുടെ ഉപദേശം വേണം? ആരുടെ അംഗീകാരം വേണം? ഒരു ഉത്തരവിലൂടെ ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ എന്തെങ്കിലും ചുമതല കൊടുക്കാൻ വല്ല ട്രാഫിക്കിലോ വേറെ റെയിൽവേയിലോ എന്തെങ്കിലുമൊക്കെ മാറ്റി ഉത്തരവാദിത്വം കൊടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ബഹുജനങ്ങളുടെ ഈ സംശയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSSും CPIM തമ്മിലുള്ള അവീത ബന്ധം അതാർക്ക് വേണ്ടി, ആരുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന ചോദ്യം ഉയരും. സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ചുമക്കേണ്ടുന്ന ബാധ്യത തീർച്ചയായിട്ടും CPIMനോ മുഖ്യമന്ത്രിക്കോ ഇല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ മേൽ അപ്രീതി തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്രീതി തോന്നാതിരുന്നാൽ അതിനർത്ഥം എന്തായാലും ഈ എം.ആർ. അജിത് കുമാർ 2 RSS നേതാക്കന്മാരെയും കണ്ടതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ നിക്ഷിപ്ത താല്പര്യം ഒളിച്ചിരിക്കുന്നുവെന്ന് സംശയിച്ചാൽ അത് ആരെയും തെറ്റു പറയാനാവില്ല. BJPയും CPIM തമ്മിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും നല്ല അന്തർധാരയുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. തൃശ്ശൂർ പൂരം മുടക്കിയത് മാത്രമല്ല, അതൊരു കാരണം. അല്ലാതെ തന്നെ തൃശ്ശൂരിൽ BJPക്ക് ജയിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുത്തു. ഒന്ന് കരുവന്നൂർ കേസ്, സഹകരണ ബാങ്ക് കേസ്. രണ്ടാമതായിട്ട് CPIM നേതാക്കന്മാർ, അവിടുത്തെ പ്രാദേശിക ഈ കേസിൽപ്പെട്ട AC മൊയ്തീൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെട്ടാൽ മാറ്റി ചെയ്യാവുന്ന ഏകദേശം 1 ലക്ഷത്തോളം വോട്ട് CPIM BJPക്ക് കൊടുത്തു എന്നുള്ളത് വളരെ പ്രകടമായി കാണുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ BJP ജയിച്ചത്. അല്ലാതെ BJPയുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് സുരേഷ് ഗോപി പോലും അവകാശപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള രാഷ്ട്രീയ വഞ്ചനകൾ നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ AC മൊയ്തീനും MK കണ്ണനും ജയിലിൽ കിടന്നേനെ. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള നിലയ്ക്ക് ഇന്നലത്തെ വാർത്തകൾ എല്ലാവരും ശ്രദ്ധയപ്പെട്ടിരിക്കും. AC മൊയ്തീൻ്റെയും ഭാര്യയുടെയും മകളുടെയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് ഹൈക്കോടതി CBI കോടതി റദ്ദാക്കിയിരിക്കുന്നു. കാര്യം മനസ്സിലായില്ലേ? അതുപോലെ MK കണ്ണനെക്കുറിച്ച് ഇപ്പം കേൾക്കാനേ ഇല്ല. കണ്ണന് അവിടെ വിറയൽ രോഗം വന്ന ആളാണ് ED വിളിച്ചപ്പോൾ. അപ്പോൾ ഈ കേസെല്ലാം മുക്കിക്കളയുന്നതിന്, ലാവ്ലിൻ കേസ് മുക്കിക്കളയുന്നതിന്
അതുപോലുള്ള കൊടകര കള്ളപ്പണ കേസ് മുക്കിക്കളയുന്നതിന് എല്ലാം ഇങ്ങനെ അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതല്ല യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ മിഴിച്ചു നിൽക്കാനാണ് സാധാരണ പാർട്ടി പ്രവർത്തകന്മാർക്ക് കഴിയുക. അവരെങ്കിലും സുതാര്യമായ ശരിയായ സംഭവവികാസങ്ങൾ ബോധ്യപ്പെടുത്താൻ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. ഇന്ന് പത്രപ്രതിനിധികൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ CPMനെ ഇതുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ വരെ അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെയൊന്നുമില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പറയുന്നത് CPMനെ കൂട്ടുന്നുണ്ട്. CPMനെ കൂട്ടിക്കെട്ടാതെ പിന്നെ ആരെയാണ് കൂട്ടിക്കെട്ടുക? ഈ മുന്നണി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? CPM ആണ്. CPMലെ നോടല്ലാതെ പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? CPI ആണെങ്കിൽ ഇതിനോടകം നാം വ്യക്തമാക്കി കഴിഞ്ഞു. LDFൻ്റെ ചെലവിൽ MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കാണാൻ പോകേണ്ടതില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ആക്ഷേപത്തിന് വകവരുത്തിയ ഈ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ പല തലകളും ഉരുളും എന്നുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിന് പരിഹാരമായി ഇനി എന്തെല്ലാം ക്യാപ്സ്യൂൾ ഗുളികകൾ ഇറക്കിയാലും ശരി, ക്യാപ്സ്യൂൾ ഫാക്ടറി മൊത്തമായി ഇറക്കി വിട്ടാലും ശരിയാവുന്ന ലക്ഷണമില്ല. തീർച്ചയായിട്ടും ഇതിനെ പാർട്ടി നേതൃത്വം CPMൻ്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും സുതാര്യമായ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടവരുത്തുകയും വേണമെന്നുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.